11/2024 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ സെൻറ്റൻസ് ഇതാണ്: കൊളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഇത് 3 സെൻറ്റൻസും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി, ശരിയാണ്. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്, ശരി. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു, അതും ശരിയാണ്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ്. വൈക്കം സത്യാഗ്രഹം 1928 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കറിയാം. വൈക്കം സത്യാഗ്രഹം 1924 ഗുരുവായൂർ സത്യാഗ്രഹം 1931, അത് ശരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936, അതും ശരിയാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916, അതാണ് ആകെ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. BCD ശരിയാണ്. അപ്പോൾ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 1916. ഇനി അടുത്തത് ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ്. ആര്യ സമാജം രാജാറാം മോഹൻ റായ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ആര്യ സമാജം ആരുടെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെയാണ്. അപ്പോൾ ഓപ്ഷൻ 1 തെറ്റാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഓപ്ഷൻ ബി ആണെന്നുള്ളത്. എന്നാലും നമുക്കൊന്ന് എല്ലാം നോക്കാം. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റുവിൻ്റെയാണ്. സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാര്യയുടെയാണ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ്റെയാണ്. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയേത്? ഏതാണ് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചത്? ഏത് ഉടമ്പടി പ്രകാരമാണ്? 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചത്. ഇവിടെ ഈ ഡേറ്റ് വർഷം കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാരീസ് ഉടമ്പടി എന്ന് പറഞ്ഞുള്ള 2000 സംതിങ്ങിൽ വേറൊരു ഉടമ്പടിയുണ്ട്. അത് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ സ്പെഷ്യലായിട്ട് 1783 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഡേറ്റിട്ട്. ഇനി വേഴ്സായി സന്ധി എന്താണ്? വേഴ്സായി സന്ധി എന്ന് പറയുന്നത് നമ്മുടെ 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം വന്ന ഉടമ്പടിയാണ് വേഴ്സായി സന്ധി. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ആകെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നതാണ് 1-ാം ലോക മഹായുദ്ധം. അപ്പോൾ അതിൻ്റെ സന്ധി വേഴ്സായി സന്ധി. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്ത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്തിൽ നിന്നാണ്? നമ്മൾ 2023 നമ്മളാണ് G20 അധ്യക്ഷ പദവി നടത്തിയത്. ഡൽഹിയിൽ വെച്ചൊക്കെയായിരുന്നു പരിപാടികൾ. കുറേ കാര്യങ്ങളൊക്കെ നടന്നു. അതിൻ്റെ ചിഹ്നം നമുക്കറിയാമല്ലോ. നമ്മുടെ ഒരു എർത്തിനെ നമ്മുടെ താമരയിൽ ഉള്ളിലാക്കിയിട്ടുള്ളതായിരുന്നു അതിൻ്റെ ചിഹ്നം. പിന്നെന്താണ്? അപ്പോൾ ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ് ഇന്ത്യ അത് ഏറ്റെടുത്തതെന്ന് ചോദിക്കണം. ഇന്ത്യ ഏറ്റെടുത്തത് ഇന്തോനേഷ്യ എന്ന് വെച്ചാൽ 2022 അത് ആതിഥേയത്വം വഹിച്ചത് ഇന്തോനേഷ്യയാണ്. അപ്പോൾ അവരിൽ നിന്നാണ് നമ്മൾ ഇന്ത്യ ഏറ്റെടുത്തത്. ഇന്തോനേഷ്യ എവിടെയാണ്? ഏഷ്യയിലുള്ളതാണ്. സോ ഉത്തരം ഏഷ്യയാണ്. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്ര രാജ്യങ്ങളാണ് അതിൽ പങ്കെടുത്തതെന്നാണ്? 10 പേരാണ് പങ്കെടുത്തത്. നടത്തിയത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിൽ വെച്ചാണ് ഈ പരിപാടി നടന്നത്, ക്രിക്കറ്റ് നടന്നത്. ഓസ്ട്രേലിയ ആയിരുന്നു വിജയിച്ചത്. ഇന്ത്യ റണ്ണേഴ്സപ്പ് ആയിരുന്നു. ഇതിൽ നമ്മൾ റണ്ണേഴ്സപ്പ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വിരാട് കോഹ്ലിക്കാണ് ഏറ്റവും കൂടുതൽ റൺസ് എടുത്തതും പിന്നെ പ്ലെയർ ഓഫ് ദി സീരീസും പിന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടിയത് നമ്മുടെ മുഹമ്മദ് ഷമി ഹീറോ എന്ന് പറയുന്ന പുള്ളിക്കാരനുമാണ് വിക്കറ്റ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. പിന്നെ ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ആലപ്പുഴ. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തരുന്ന കായിക ഇനം ഏതാണ്? ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഹോക്കിയാണ്. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിവർത്തന പ്രക്ഷോഭം എന്തിനാണ്? നമ്മുടെ ഈ ജോലികളിൽ കേരളീയരായിട്ടുള്ളവർക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയിട്ട് നടന്ന ഒരു പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം. അതാണ് ഉദ്യോഗ സംവരണം എന്ന് പറയുന്നത്. ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ഞാൻ എല്ലാം വായിക്കുന്നില്ല. ഉത്തരം ഞാൻ പറയാം. എന്താണ് ഈസ്റ്റിങ്സിനെ സംബന്ധിച്ചെന്ന്? ഈസ്റ്റിങ്സിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഈസ്റ്റ് എന്നുള്ള പേര് വെക്കുമ്പോൾ തന്നെ ഓർക്കുക, ആ ലൈനിൽ ഈസ്റ്റ് ഉണ്ടാവില്ല. സോ നോർത്ത് ടു സൗത്ത് വരയ്ക്കുന്ന എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. ഈസ്റ്റ് എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം വരയ്ക്കുന്നത് സ്റ്റാൻഡിങ് ലൈനാണ് ഇല്ലേ? നമ്മളാരും മറ്റേ ഹോറിസോണ്ടലായിട്ടുള്ള 3 വര വരച്ചിട്ട് പിന്നെ ഒരു സ്റ്റാൻഡിങ് ലൈനല്ല വരയ്ക്കണം. എഴുതണമെങ്കിൽ ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചിട്ട് പിന്നെ 3 വര ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് യൂഷ്വലി നമ്മൾ എഴുതാൻ പഠിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്.
പിന്നെ ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. മൂല്യം രേഖപ്പെടുത്താറില്ല. അത് തെറ്റാണ്. മൂല്യം രേഖപ്പെടുത്താറുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണെന്ന് തിരിച്ചറിയുക. മഞ്ഞുതീനി ഏതാണ്? ചിനൂക്കാണ് മഞ്ഞുതീനി. ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല കണ്ടെത്തുക. ഏതാണ് നിർവാത മേഖല എന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേറ്ററിൻ്റെ അടുത്തുള്ളതാണ്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് നിർവാത മേഖല എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും എന്ന് വെച്ചാൽ 12-ൽ നിന്ന് ഒരു 5.5 മണിക്കൂർ കുറയ്ക്കണം. 5 മണിക്കൂർ കുറയ്ക്കുമ്പോൾ തന്നെ അത് 7 ആയി. 7-ൽ നിന്ന് ഒരു അരമണിക്കൂർ കുറയ്ക്കുമ്പോൾ 6:30. ഉച്ചയായതുകൊണ്ട് രാവിലെ ആയിരിക്കും, 6:30 AM. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? കൽപ്പന. എനിക്ക് ഇപ്പോൾ ഹൈബിയസ് കോർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരും ശരീരം ഹാജരാക്കുക. പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് ആദ്യം വരുമ്പോൾ സ്റ്റേ ഓർഡർ എന്ന് വെച്ചാൽ അത് പ്രൊഹിബിറ്റ് ചെയ്യുക, സ്റ്റേ കൊടുക്കുന്ന പോലെ. ക്വാ വാറൻറ്റോ എന്ന് പറയുമ്പോൾ ബൈ ക്വാ വാറൻറ്റോ എന്ന് ആര് പറഞ്ഞാലും എൻ്റെ മനസ്സിലോട്ട് തന്നെ വരുന്ന വാക്ക് അടുത്ത വാക്ക് ബൈ വാട്ട് അതോറിറ്റി എന്ന്. എന്ത് അധികാരം ഉണ്ടെന്നുള്ള രീതിയിലാണ്. ഇതെന്തെന്ന് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? കൽപ്പന. നമ്മളൊരു കൽപ്പന കൊടുത്ത് യു ഷുഡ് ഡൂ ദാറ്റ് എന്ന് വെച്ചാൽ അതാണ് മാൻഡമസ് എന്ന് പറയുമ്പോൾ മാൻ മസ്റ്റ് ഡൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ മസ്റ്റായിട്ട് അത് ഡൂ ചെയ്തിരിക്കണം. അതാണ് കൽപ്പന എന്ന് പറയുന്നത്. സോ മാൻഡമസ് ആണ് ഉത്തരം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഉത്തരം എല്ലാം ശരിയാണെന്നുള്ളതാണ്. സോ നമുക്ക് ആ ഓപ്ഷൻസ്, ആ സെൻറ്റൻസുകൾ നോക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. സ്വയം പര്യാപ്തമായി നമുക്ക് എന്ന് വെച്ചാൽ സ്വയമേ എല്ലാം ഉണ്ടാക്കാം എന്നുള്ളൊരവസ്ഥയായി. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അതും അറിയാം നമുക്ക്, MS സ്വാമിനാഥനെ അറിയാം. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. സോ ഓഫ് കോഴ്സ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇറക്കുമതി ചെയ്യുന്നത് കുറയും. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. നമ്മൾ പ്രധാനമായിട്ടും അരിയും ഗോതമ്പുമാണ് ഉണ്ടാക്കിയത്. താഴെ കൊടുക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇതെനിക്കൊരു ഡൗട്ട്, എനിക്കറിയില്ല. ചോളമാണ് ഇവർ ഉത്തരം കൊടുത്തിരിക്കുന്നത്. എനിക്ക് വളരെ കൺഫ്യൂഷനുള്ളതാണ്. കരിമ്പ് എന്തുകൊണ്ട് ആയിക്കൂടാന്നുണ്ട്. പുകയിലേസ് ഓക്കെ, കാപ്പി ഓക്കെ. ചോളമാണ് ഇവർ ഉത്തരം പറയുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ത്? അതിൻ്റെ ഉത്തരം എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്നാണ് അവർ. എന്ത് ഉൽപ്പാദിപ്പിക്കണം അതൊക്കെ പ്രശ്നം തന്നെ. സോ എന്ത്, വാട്ട്, എങ്ങനെ, ഹൗ, ആർക്ക് വേണ്ടി, ഹൂം, വെൻ ഇവിടെ വലിയ പ്രാധാന്യം ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം, വെൻ ഈസ് നോട്ട് എ പ്രോബ്ലം എന്നാണ് പറയുന്നത്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി. അപ്പോൾ ആരൊക്കെയാണ്? നമ്മുടെ കേരള പോലീസും പിന്നെ നമ്മുടെ ബച്പൻ ബച്ചാവോ ആന്തോളൻ. ആരതിൻ്റെ ആൾ? കൈലാഷ് സത്യാർത്ഥിയുമായിട്ട് ചേർന്നിട്ട് എടുക്കുന്ന പരിപാടിയാണ് എന്തെന്ന് പറയണത്? കൂട്ട്. അതിൻ്റെ പേരാണ് കൂട്ടെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? എത്ര കലോറി വേണം? എവിടെയാണിത്? നഗരങ്ങളിലാണെങ്കിൽ 2100, ഗ്രാമങ്ങളിലാണെങ്കിൽ അത് 2400. അപ്പം നഗരങ്ങളിൽ 2100, അതാണ് ഉത്തരം. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവന ഏത്? എന്തൊക്കെയാണ്? ഉത്തരം എല്ലാം ശരിയാണെന്നുള്ളതാണ്. നമുക്ക് നോക്കാം നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക. സാധാരണക്കാർക്ക് ഈ നിയമങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല. സോ സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക, നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക. അപ്പോൾ എന്തൊക്കെയാണ്? സൗജന്യ നിയമസഹായം, നിയമബോധം, അതെല്ലാവരും നമ്മൾ നിയമം തെറ്റിക്കാൻ പാടില്ല. നമ്മൾ നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ്. നമുക്കറിയാം കുറച്ച് കാര്യങ്ങൾ നമ്മുടെ 42ാമത്തെ അമെൻമെൻറ്റ് വഴി കൂട്ടിച്ചേർത്തായിരുന്നു. അപ്പോൾ ഇതിലേതാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക്. 5 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ്. രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധരായിരിക്കുക,
ഏത് പ്രായത്തിലും കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ്. വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പൗരൻ്റെയും കടമയാണ്. വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പൗരൻ്റെ കടമയാണെന്ന് നമ്മുടെ ഇതിൽ കടമയിൽ പറഞ്ഞിട്ടേ ഇല്ല. രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കും, അങ്ങനെയും നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഏത് പ്രായത്തിലുള്ള കുട്ടികളെ എന്നല്ല, 6 to 14 ഇയേഴ്സിനിടയിലുള്ള കുട്ടികളെ വിദ്യാഭ്യാസം രക്ഷിതാക്കളുടെ കടമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? 3 തെറ്റ് തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. അത് ശരിയാണ്. പ്രധാനമായിട്ടും 8 പ്രധാന കമ്മിറ്റികൾ ഉണ്ടായിരുന്നു, അത് ഓർത്തിരിക്കും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു അല്ലേ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? B.R. അംബേദ്കർ ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അത് തെറ്റാണ്. ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, B.R. അംബേദ്കർ ആയിരുന്നു. ജവഹർലാൽ നെഹ്റു അല്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതെ, അതായിരുന്നു. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അംബേദ്കർ, അതെ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. സുതാര്യമായിരുന്നു വെച്ചാൽ വളരെ തുറന്നതായിരുന്നു. കറക്റ്റാണ്, അതും ശരിയാണ്. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ ചുവടെ ചേർക്കുന്നു. ഞാൻ പഠിച്ചിരിക്കുന്നത് കാനഡ എന്ന് പറയുമ്പോൾ സർഫിട്ട് കാണ കഴുകാം. സർഫിട്ട് കാണ കഴുകാം. സർഫ് എസ് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, റെസിഡിയറി പവേഴ്സ്, പിന്നെ ഫെഡറൽ ലിസ്റ്റ്. ഇത്രയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന കാനഡ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആർ ഫെഡറൽ സമ്പ്രദായം. നമ്മൾ പറഞ്ഞു സർഫ്, എഫ് എന്തെന്ന ഫെഡറൽ ലിസ്റ്റ്, അതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ. സോ അത് കറക്റ്റാണ്. പിന്നെ ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം, അവശിഷ്ടാധികാരങ്ങളാണ് ഈ ശിഷ്ടാധികാരങ്ങൾ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ റെസിഡിയറി പവർ എന്ന് പറഞ്ഞത്. നിർദ്ദേശക തത്വങ്ങൾ, അത് നമ്മൾ പറഞ്ഞില്ല. സർഫിട്ട് കാണ കഴുകാമെന്നേ പറഞ്ഞുള്ളൂ. കാണാൻ മീൻസ് കാനഡയാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, റെസിഡിയറി പവർ, ഫെഡറൽ ലിസ്റ്റ്. നിർദ്ദേശക തത്വങ്ങൾ ഏതാണ്? നമ്മുടെ അയർലൻഡിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ശരിയാണ്, മൗലിക അവകാശമാണ്. സാംസ്കാരിക വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, അതും ശരിയാണ്. സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം, ഇല്ല. ഈ ഒരു അവകാശം എടുത്ത് മാറ്റിയിട്ട് 300A മാറ്റിയിട്ടുണ്ട് 44ാമത്തെ അമെൻമെൻറ്റ് വഴി. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന, ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട്, ശരിയാണോ? അല്ല, ശരിയല്ല. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല, ശരിയാണ്. ഒരു മതത്തെയും ഇന്ത്യ സ്വാധീനിക്കുന്നില്ല. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു, ശരിയാണ്. ഓൾസോ സെൻറ്റൻസ് 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം, നമ്മൾ ഓണം എന്നേ പറയുള്ളൂ, പക്ഷേ ഇത് ഗവൺമെൻറ് ഇപ്പോൾ ഇറക്കിയേക്കുന്ന ഒരു പുതിയ പരിപാടിയാണ് കേരളീയം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ കുറേ തനത് കലാരൂപങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. കേരളീയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് ഇവർ ശരിയെന്നാണ് പറയുന്നത്. സോ നമുക്കതേ പഠിക്കാൻ പറ്റുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത് സംഘടിപ്പിച്ചത്, അല്ല, ഒരിക്കലും അല്ല. കേരള ഗവൺമെൻറ് സംഘടിപ്പിച്ചതാണ്. സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്, ശരിയാണ്. മമ്മൂട്ടി, മോഹൻലാലും കമൽഹാസനും അങ്ങനെ എല്ലാവരും മിക്കവരും ഉണ്ടായിരുന്നു. എല്ലാ സിനിമാ താരങ്ങളും എന്നോണം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്രസ് ആണ്, ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടന സർവരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമിയാണ്. അത് സർവരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമിയാണ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. അത് കറക്റ്റാണ്. സോ ഓൾ ഓഫ് ദ അബോവ് ആണ് ആൻസർ. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. അതെ, 18ാമത്തെ ഉച്ചകോടിയാണ് നമ്മുടെ ഇന്ത്യയിൽ നടത്തിയത്.
ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. അതെ, ന്യൂഡൽഹിയിലാണ് നടന്നത്. ഇന്ത്യയിൽ നടക്കുന്ന രണ്ടാമത്തെ ഉച്ചകോടിയാണിത്. ഇല്ല, രണ്ടാമത്തെ ഉച്ചകോടിയല്ല. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. പിന്നെ ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. ഈ രണ്ട് ഓപ്ഷൻസ് മാത്രമേ ശരിയുള്ളൂ. കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോപ്താൽമി എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? കണ്ണിന് എന്ത് കാര്യം വന്നാലും എങ്ങനെയെങ്കിലൊക്കെ ആണെങ്കിൽ ഈ ഒരു വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നമുക്ക് അങ്ങനെ കണ്ണിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾക്ക് തുടക്കമുണ്ടാകുന്നത്. സോ ഇതിൻ്റെ ഉത്തരം എന്താണ്? വൈറ്റമിൻ എ. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗമേത്? അനോഫിലസ് പെൺകൊതുക് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ആന കേറാമല, ആന കേറാമല, ആന, അനോഫിലസ്, മല, മലമ്പനി. അപ്പം എന്താണ് ആന കേറാമല? മലമ്പനി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത് എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം. പാൻക്രിയാസ് ആണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? പാൻക്രിയാസിലാണ്. ആൽഫ കോശങ്ങളും ഉണ്ട്. അതിൽ ഗ്ലൂക്കോഗോണോ ഗ്ലൈക്കോജൻ ഏതോ ഒന്നും കൂടി കാണപ്പെടും. ഇൻസുലിൻ കാണപ്പെടുന്നത് ബീറ്റ കോശങ്ങളിലാണ്. ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഡോക്ടർ M.S. സ്വാമിനാഥൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ചന്ദ്രയാൻ 3ൻ്റെ പിന്നിലെ റോക്കറ്റ് വനിതയാണ് ഋതു കരുത. പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ട്? അന്തരീക്ഷമർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലുമായതിനാൽ. നമ്മൾക്കറിയാം താഴത്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവുക. കാരണം മേലെയുള്ള വായുവിൻ്റെ പ്രഷർ താഴെ ചലിക്കും. നമ്മൾ മേലെ കയറി പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത് പറ്റും? താഴെയല്ല നിൽക്കുന്നത്, നമ്മൾ പൊക്കത്തിലാണ്. സോ അപ്പോൾ മേലെയുള്ള എയറിൻ്റെ പ്രഷർ ഒന്നും ഉണ്ടാവില്ല. ഒരുമിക്ക എയർ നമ്മുടെ ഈ ഭൂമിയോട് ചേർന്നാണ് നിലനിൽക്കുന്നുണ്ടാവുക. മേലോട്ട് നമ്മൾ മല കയറി പോകുന്തോറും ആ എയർ പ്രഷർ കുറയും. അപ്പോൾ എന്താണ്? മൂക്കിലെ പ്രഷർ കൂടുതലും നമ്മുടെ പുറത്ത് പ്രഷർ കുറവുമായിരിക്കും. അതുകൊണ്ടാണ് മൂക്കിൽ നിന്ന് രക്തം വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് ഏതാണ്? ക്ലോറോഫോം ലയിക്കുന്ന പറയുന്നത്. പിന്നെ 41 തുടങ്ങിയ നമ്മുടെ മാത്സ് ആണ്. ഇനി നമുക്ക് 51 ഇല്ല. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നു. ഇതെന്ത് പ്രതിഭാസം എന്നാണ് പറയുന്നത്? ഇതാണ് ഉൽപ്പതനം. ഇതിന് ഇംഗ്ലീഷിൽ ഒരു പേര് പറയാമായിരുന്നല്ലോ. കണ്ടൻസേഷൻ അല്ലല്ലോ, പേര് പറഞ്ഞു. നമ്മൾ ക്യാംഫറും ഇതൊക്കെ പഠിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ചില പദാർത്ഥങ്ങൾ ചൂടാക്കും, സബ്ലിമേഷൻ അല്ലേ? അതെ. ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന ഈ പ്രതിഭാസമാണ് എന്ത്? ഉൽപ്പതനം. താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? കത്താൻ സഹായിക്കുന്ന വാതകമാണ് എന്ത്? ഓക്സിജൻ. LPGയിലേക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിന് LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണെന്നാണ് ചോദ്യം. ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് മണം ലീക്കാകുമ്പോൾ നമ്മൾ അറിയാൻ വേണ്ടി ചേർക്കുന്നത്. ഈഥൈൽ മെർക്യാപ്റ്റൻ. അടുത്ത ക്വസ്റ്റ്യനുകൾ അവരുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് പഠിക്കാനുള്ളത് ഇല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ഒന്ന് നോക്കിയേക്കട്ടെ കേട്ടോ. ഇല്ല, നമുക്ക് പഠിക്കാനില്ല. അപ്പം അത്രയേ ഉള്ളൂ. ശരി, ബൈ.